പലപ്പോഴും ഞാൻ വേദികളിൽ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മളുടെ സഹജീവികളോടുള്ള നമ്മളുടെ ബഹുമാനവും പെരുമാറ്റവും എന്തുമാത്രം വ്യത്യാസപ്പെടണം എന്നുള്ളൊരു കാര്യം ഞാൻ പറയാറുണ്ട്. പലപ്പോഴും ഈ ഹൃദ്രോഗത്തെ പറ്റിയുള്ള പ്രസംഗങ്ങൾക്കാണ് ആളുകൾ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഹൃദ്രോഗം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം. പ്രമേഹമുണ്ട്, പ്രഷറുണ്ട്, പുകവലിയുണ്ട്, കൊളസ്ട്രോളുണ്ട്, അമിതവണ്ണമുണ്ട്, കുടുംബ പാരമ്പര്യമുണ്ട്, വ്യായാമമില്ലായ്മയുണ്ട്, അങ്ങനെ കുറേയധികം കാരണങ്ങളുണ്ട് ഹൃദ്രോഗം വരാനായിട്ട്. അപ്പം ഡോക്ടർമാർ ആദ്യമേ തന്നെ പറയുന്നത് ജീവിതശൈലി ക്രമീകരണത്തെ പറ്റിയാണ്. എങ്ങനെ നമ്മുടെ ജീവിതശൈലി ക്രമീകരിച്ചിട്ട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമ്മൾക്ക് മുക്തരാകാം എന്നുള്ളൊരു സന്ദേശമാണ് പലപ്പോഴും ഡോക്ടർമാർ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള അസുഖങ്ങളെക്കാൾ ഉപരി നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ട് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിത ശൈലി എന്ന് പറയുന്നത്. നമ്മൾ വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വഴിമാറിക്കൊടുക്കാനുള്ള ഒരു സാഹചര്യത്തിലാണോ നമ്മുടെ ജീവിതം? വേറൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്പസമയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറെടുക്കുന്ന രീതിയിലുള്ളൊരു ജീവിതമാണോ നമ്മളുടേത്? ആ ജോയ് ഓഫ് ഗിവിങ്, അന്യർക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് സന്തോഷം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണോ നമ്മളുടേത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് സ്വന്തം കുടുംബങ്ങളിൽ